ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തൈര് സാധമാണ് കേട്ടോ. തൈര് സാധം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക്, കുറച്ച് ഉള്ളി, ഞാൻ ഉള്ളി ചേർക്കുന്നുണ്ട്, ഉള്ളി ചേർക്കേണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഇഞ്ചി ചേർക്കുന്നുണ്ട്, കുറച്ച് പച്ചമുളക്, പിന്നെ കടുക്, ഉഴുന്നുപരിപ്പ്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ. പച്ചരി ആകുമ്പോൾ ഇത്തിരി കുഴഞ്ഞൊക്കെ വരുമല്ലോ, ഇതിന് ഇത്തിരി വേവ് വേണം. ഏതരിയും ഉപയോഗിക്കാം നമുക്ക് തൈര് സാധത്തിന്. അപ്പം ഞാനിന്ന് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കുഴഞ്ഞു വരും, എന്ത് കുഴയണം ഈ തൈര് സാധത്തിന്. അപ്പം ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ പച്ചമുളക് എല്ലാം കൂടി വഴറ്റിയെടുക്കട്ടെ. സ്റ്റവ് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. വേഗം ചൂടായിക്കോളും, അലൂമിനിയം ചട്ടി ആയതുകൊണ്ട്. അപ്പം ഞാൻ സാൻഡ്വിച്ചിൻ്റെ ഓയിലാണ് ഇതിനെടുക്കുന്നത് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ആകാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇത്തിരി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ശകലം ഉഴുന്ന് പരിപ്പ് മതി കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഉഴുന്നും കടുകും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് മുരിയുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം വഴന്ന് വരാറായിട്ടുണ്ട്. 1 മിനിറ്റും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പയ്യന്. ഏതാണ്ടൊക്കെ മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2 കൊല്ലമുളക് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. മുളക് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിത് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മസ്റ്റാണ്. പിന്നെ സ്റ്റവ് ഓഫാക്കാം. ഇപ്പം എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചോറ് ഇതിനകത്ത് തട്ടി കൊടുക്കണം. ഞാൻ പരന്ന പാത്രത്തിലേക്ക് ചോറ് കൊടുക്കുവാണേ. ഇതൊന്ന് നല്ലോണം ഉടച്ചെടുക്കണം. നല്ലോണം കുഴഞ്ഞ ഭാവമായിരിക്കണം ചോറ്.
ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം ഉടഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോട്ടെ. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഉപ്പും ചോറും തൈരും എല്ലാം കൂടി നല്ല കുഴമ്പും പാകത്തിനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ വറ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ശകലം കായപ്പൊടി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ കായപ്പൊടി. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ തൈര് സാദം കണ്ടല്ല, നല്ല ടേസ്റ്റാണ് ഉണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ചോറിനൊന്നും കറിയില്ലെങ്കിൽ നമുക്കൊരു തൈര് സാദമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൂടാതെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.